മുതലപ്പുഴി മുറിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് സർക്കാർ പിന്മാറി. മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണിത്. മണൽ നീക്കാൻ കൂടുതൽ ഡ്രഡ്ജറുകൾ സ്ഥലത്തെത്തിക്കാതെ പുഴി മുറിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. 4 ദിവസത്തിനുള്ളിൽ ഡ്രഡ്ജറുകൾ എത്തിക്കാമെന്ന് തുറമുഖ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ മാസം 12-ാം തീയതിക്ക് ശേഷം ഈ പൊഴി പൂർണ്ണമായും മൂടി പൂർണ്ണമായും മൂടിയ ശേഷം പൊഴി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനിത് 2 പ്രാവശ്യം പൊഴി മുറിക്കുന്നതായി അങ്ങനെ ഇന്നലെ സർക്കാർ ഒരു തീരുമാനമെടുത്തിരുന്നു. കുറേ ഡ്രഡ്ജിങ്ങും മണൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കുറേ തീരുമാനങ്ങളെടുത്തിരുന്നു. ആ തീരുമാനത്തില് പ്രധാനമായിട്ടുള്ള ആ തീരുമാനത്തില് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മണ്ണ് മാറ്റുന്നതിന് നിലവിലുള്ള ഡ്രഡ്ജർ പോരാത്തത് കൊണ്ട് 10 ദിവസത്തിനകത്ത് ഇവിടെ ഒരു വലിയ ഡ്രഡ്ജർ എത്തിക്കാൻ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, വലിയ രീതിയിലേക്ക് പ്രതിഷേധം പോകുമ്പോൾ ഏതായാലും ആ ഡ്രഡ്ജറുകൾ എത്തിക്കാമെന്നുള്ള ഒരു ഉറപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പ്രതിഷേധം മയപ്പെടുന്നുണ്ടോ? പ്രതിഷേധം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾ ഡ്രഡ്ജറുകൾ എത്തിക്കണമെന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് വിഴിഞ്ഞം അദാനി പോർട്ടിൽ ഡ്രഡ്ജറുകളുണ്ട്, അത് കൊണ്ടുവരണമെന്ന നിലപാടാണ് മത്സ്യത്തൊഴിലാളി സ്വീകരിക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നത് അവിടെ ഡ്രഡ്ജറുകളില്ല, ബാർജ് മാത്രമാണുള്ളത്. അഴീക്കൽ നിന്ന് കണ്ണൂരിൽ നിന്നുമൊക്കെ ഡ്രഡ്ജറുകൾ എത്തണം. അത് 4 ദിവസത്തിൽ എത്തിക്കാമെന്ന് ഒടുവിൽ നൽകിയ ഉറപ്പ്. പക്ഷെ മത്സ്യത്തൊഴിലാളി അത് വകവച്ചിട്ടില്ല. പകരം ഇന്ന് അവിടെ പൊഴി മുറിക്കില്ല എന്ന ഉദ്യോഗസ്ഥർ ഉറപ്പെ തുടർന്നാണ് ഇന്നത്തെ സമരത്തിൽ അവർ പിന്മാറിയത്. നാളെയും സമരം തുടരും. അനിശ്ചിതകാല സമരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. മണൽ നീക്കം വേഗത്തിലാക്കിയില്ലെങ്കിൽ ഹൈവേ ഉപരോധിച്ചുള്ള സമരമടക്കം വൈകാതെ ഉണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സർക്കാരാകട്ടെ ഈ പൊഴി മുറിച്ചില്ലെങ്കിൽ ഈ 4-5 പഞ്ചായത്തുകൾ വെള്ളത്തിൽ മുങ്ങുന്നൊരു അവസ്ഥയുണ്ടാകും. അത് ഒഴിവാക്കാനാണ് പൊഴി മുറിക്കാൻ അടിയന്തരമായ നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാരത്തേക്ക് വലിയ വള്ളങ്ങൾ കടന്നുപോകുന്ന വിധത്തിൽ പൊഴിയിൽ സംവിധാനം ഉണ്ടാക്കാമെന്നും അധികൃതർ ഉറപ്പ് നൽകുന്നുണ്ട്. ഏതായാലും എന്താണ് ഇനി തുടർ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നോക്കിയാകും മത്സ്യത്തൊഴിലാളികൾ തുടർ സമരത്തിലേക്ക് കടക്കുന്നത്. വി അരുൺ വിവരങ്ങൾ നൽകി.